2024 ജെ മെയിൻസിലെ കെമിസ്ട്രിയിൽ റിഡോക്സ് റിയാക്ഷനും ആയി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ സോൾവ് ചെയ്യാം. ജസ്റ്റ് പെട്ടെന്ന് ഉള്ള MCQ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് കാനോട്ട് ഫങ്ഷൻ ആസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്? ഇത് N3- SO4 2-, BrO3-, MnO4-. ഇതാണ് ഓപ്ഷൻസ്. നമുക്ക് ഫസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ആ സാധനത്തിന് ആ റിയാക്റ്റൻറ്റോ ആ റിയാക്റ്റൻറ്റിന് നടക്കുക റിഡക്ഷനാണ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഒക്കെ നടക്കണം. റിഡക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യാന്ന് അർത്ഥം. ഒരു സാധനത്തിന് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ റിഡക്ഷനും, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞേ ഇത് ഓക്സിഡേഷൻ ഡിക്രീസ് ആയിപ്പോയി. അല്ല, ഓക്സിഡൈസിങ് നമ്പർ ഡിക്രീസ് ആയാൽ അത് റിഡക്ഷനാണ്. ഇനി ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ആണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ഓക്സിഡേഷനാണ്. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്കി വെക്കണം. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നുമാണ് അർത്ഥം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആവാൻ പറ്റാത്തത് cannot function as cannot function as oxidizing agent എന്ന്, അതായത് ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്തത്. ഞാൻ പറഞ്ഞ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർഗോ റിഡക്ഷനാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇവിടെ ഈ 4 ഏതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലാത്തത്, അതായത് ഏതാണ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യാത്തത്? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതും ഞാൻ പറഞ്ഞു ഓക്സിഡേഷൻ നമ്പർ കുറയണം. ഇവിടെ ഏറ്റവും മിനിമം ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ടേബിളാക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ ഓപ്ഷനിൽ നൈട്രജൻ, സൾഫർ, ബ്രോമിൻ, മാംഗനീസ് ഇതാണ് നമ്മളിതിൻ്റെ സെൻട്രൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റും മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നൈട്രജൻ്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +5ഉം മിനിമം എന്ന് പറഞ്ഞാൽ -3ഉം, സൾഫറിൻ്റെത് +6ഉം -2ഉം, ബ്രോമിൻ്റെത് +7ഉം -1ഉം, മാംഗനീസിൻ്റെത് +7ഉം +2. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ ഒരു ഓപ്ഷനിൽ ഓരോ ഇതിൻ്റെതും ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ 3- ആണ്. നമ്മൾ SO4 കണ്ടുപിടിക്കുകയാണെങ്കിൽ SO4 2- ഇതാണ് സാധനം. അതിൻ്റെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണെങ്കിൽ ഓക്സിജൻ്റെ നോർമലി ഓക്സിജൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 2- ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. ഇതിനകത്ത് ഇവിടെ 8 - x - 8 x - 8 equal to -2, so that x equal to +6. സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്
ഇവിടെ +6 +6. പിന്നെ അടുത്തത് ബ്രോമിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ബ്രോമിൻ്റെ പറയുമ്പോൾ എക്സ് പ്ലസ് -6 ഈക്വൽ ടു -1, എക്സ് ഈക്വൽ ടു +5 ഇതിനകത്തുള്ളത്. നമുക്ക് തന്ന ഓപ്ഷനിൽ ഓരോന്നിൻ്റെയും നമ്മൾ കണ്ടുപിടിക്കുന്നത് +5 തന്നെയല്ലേ. +5. ഇനി മാംഗനീസിന് കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ എഴുതിയിട്ടിട്ട് ഇത് ഫുൾ പണിയായി. മാംഗനീസിന് കണ്ടുപിടിക്കുമ്പോൾ O4 എന്ന് പറയുമ്പം എക്സ്, മാംഗനീസിൻ്റെ എക്സ് -O4 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് -8 ഈക്വൽ ടു -1. സോ എക്സ് ഈക്വൽ ടു +7. ഇതാണ് മാംഗനീസിൻ്റെ +7. ഇത്രയാണ് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ ഇവിടെ നിന്ന് കിട്ടി. എന്നാലും നമുക്കിത് നോക്കാൻ പറ്റും. ഇതിൽ നമുക്ക് നൈട്രജൻ്റെ മാക്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യാത്തതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. റിഡക്ഷൻ അണ്ടർഗോ ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഉള്ളത് നമുക്ക് താഴോട്ടേക്ക് ആവാൻ മിനിമത്തിലാണ് ഉണ്ടാവുക. അതിൽ താഴെ ഒരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടാവരുത്. അങ്ങനെയുള്ളതാണെങ്കിൽ മിനിമമാണ് നമ്മളിനി ചെക്ക് ചെയ്യേണ്ടത്. ഈ മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കിപ്പോൾ കിട്ടിയതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുമാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇതിൽ ബ്രോമിന് -1. വെയിറ്റ് ഞാൻ താഴെ നോക്കാം. മാംഗനീസിന് +2 മിനിമം. നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് +1 മിനിമത്തിലേക്ക്. ഇപ്പോൾ +6 +5 ഇതൊക്കെ പറയുന്ന റിഡക്ഷനാണ്. അപ്പോൾ ഇതെന്തായാലും അണ്ടർഗോ ചെയ്യും റിഡക്ഷനിലേക്ക്. ബ്രോമിൻ +5 എന്ന് പറഞ്ഞാൽ -1 ആണ് മിനിമം. സോ ഇതിനും ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സൾഫറിന് -2 അതിനും ഉണ്ട്. സോ ആൻസർ ഇസ് നൈട്രജൻ. N3- ആ ക്വസ്റ്റ്യനിലുള്ള അതാണ് മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റും. സോ അതിന് ഇനി ഫർദർ റിഡക്ഷന് പോസിബിൾ അല്ല. അതിൻ്റെ ലീസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ -3. സോ ആൻസർ ഇസ് നൈട്രജൻ N3-.